ഈ തലമുറയുടെ വലിയ അപജയത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രവചനാത്മാവിൽ നിറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവ്വം നമുക്ക് വായിക്കാം. വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. ആ വചനം ശ്രദ്ധിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യർ. ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ, ഭോഗേച്ഛകളിൽ ആസക്തിയുള്ളവർ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം, ദൈവവചനത്തെ സ്നേഹിക്കുന്നതിന് പകരം ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ ആകൃഷ്ടരായ ആസക്തിയുള്ള ഒരു തലമുറ. ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് ഈ തിരുവചനം കണ്ട്. എത്ര കൃത്യമായാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലോസ്ലീഹ സംഭവിക്കുന്ന വലിയ ആത്മീയ അപജയത്തെക്കുറിച്ച് വ്യക്തമായി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം. വീണ്ടും 5-ാം വചനത്തിൽ പറയുകയാണ്, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി ആ റിയൽ സ്പിരിറ്റ്, യഥാർത്ഥ ചൈതന്യത്തിൽ നിന്ന് അകന്ന് കുറേ ഭക്തിയും കുറേ അനുഷ്ഠാനങ്ങളും പല വിധത്തിലുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇതിലൊന്നും കർത്താവിൻ്റെ സാന്നിധ്യമില്ല, ഇതിലൊന്നും പരിശുദ്ധാത്മാവില്ല. പലപ്പോഴും നമ്മുടെ ഈ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും പലപ്പോഴും ദൈവഭക്തിയുടെ പേര് പറഞ്ഞാണ് നമ്മൾ പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നത്. ശ്രദ്ധിക്കണമേ, ഇതിൽ ദൈവവചനത്തിൻ്റെ ചൈതന്യമില്ല, കർത്താവിൻ്റെ പ്രസൻസ് ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വെറും ആഘോഷവും മറ്റു കൂത്തരങ്ങുകളുമായി മാറുന്നു എന്ന് മാത്രം. ഇത് വലിയൊരു ആത്മീയ അപജയമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിനും പലപ്പോഴും നമ്മുടെ സമുദായത്തിന് സംഭവിക്കുന്ന ആത്മീയ തകർച്ചയിലേക്കാണ് ഈ വചനം വെളിച്ചം വീശുന്നത്. അനുതാപമില്ലാത്ത, മാനസാന്തരത്തിന് കൃപ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം. ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്താ പ്രിയപ്പെട്ടവരെ? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കൊടിയ തിന്മകള്, പാപമ്ലേച്ഛതയുടെ അതിപ്രസരം. നമ്മുടെ ദേശത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുമാറുള്ള അതുപോലെയുള്ള ദുഷിപ്പുകളും തിന്മകളുടെ കൂത്തരങ്ങുകളും അക്രമങ്ങളും അരാജകത്വങ്ങളും ഇന്ന് അതുപോലെ നടമാടുകയാണ്. എന്നിട്ടും അനുതാപമില്ല സഹോദരങ്ങളെ. മാനസാന്തരത്തിന്റെ കൃപയിലോട്ട്, കർത്താവിന്റെ സ്നേഹത്തിലേക്കുള്ളൊരു തിരിച്ചുവരവിലേക്ക് അനേകർ തയ്യാറാകുന്നില്ല. കാരണം ചെയ്യുന്നത് പാപമാണെന്നും ദൈവവചനത്തോടുള്ള മറുതലിപ്പാണെന്നും ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ടെന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സഹോദരങ്ങളെ, വെളിപാട് ദിവസം 9:21 വളരെ വേദനയോടെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാ. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെ കുറിച്ച് അവർ അനുതപിച്ചില്ല. തങ്ങളുടെ മന്ത്രവാദത്തെ കുറിച്ച്, തങ്ങളുടെ വ്യഭിചാരത്തെ കുറിച്ച്, കൊലപാതകത്തെ കുറിച്ച്, തങ്ങളിൽ വന്നുപോയ മോഷണങ്ങൾ, കവർച്ചകളെ കുറിച്ച് അവർ അനുതപിച്ചില്ല. ഈ വചനത്തിലൂടെ ആത്മാവ് എന്താ പറയുന്നത്? അനുതാപം നഷ്ടപ്പെടുന്നൊരു തലമുറ, അനുതാപത്തിന്റെ ചൈതന്യം ഇല്ലാതാകുന്നൊരു കാലഘട്ടം. ഇത് വളരെ അപകടമാണ് സഹോദരങ്ങളെ. ദൈവഭയമില്ല, അറ്റുപോയ ദൈവഭക്തി ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം. വീണ്ടും വെളിപാട് പുസ്തകം 16:11 വീണ്ടും ആത്മാവ് ആവർത്തിക്കുകയാണ്. വേദനയും വ്രണങ്ങളും മൂലം
അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ കുറിച്ച് അനുതപിച്ചില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. അനുതാപം നഷ്ടപ്പെട്ട് ഹൃദയം കഠിനമായി തീരുന്നത്. ഹൃദയത്തിൻ്റെ കഠിനത അത് നമ്മളെ നശിപ്പിക്കും, നമ്മളെ തകർത്തു കളയും. വ്യക്തമായി ആത്മാവ് പറയുന്നു, അവർ അനുതപിച്ചില്ല. അവരുടെ പാപ പ്രവർത്തികളെ കുറിച്ച്, അവരുടെ ജീവിതത്തിൽ വന്നുപോയ മ്ലേച്ഛതകളെ കുറിച്ച്, അനുസരണക്കേടുകളെ കുറിച്ച്, അവിശ്വസതകളെ കുറിച്ച് അവർ അനുതപിച്ചില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് പറഞ്ഞത്, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വചനത്തിൽ എന്താ ഈശോ പഠിപ്പിച്ചത്? പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അനുതപിക്കാത്ത വ്യക്തികൾക്ക് വലിയ നാശമാണ്. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടുകയില്ല സഹോദരങ്ങളെ. നമ്മുടെ നിത്യത കർത്താവിനോടൊപ്പം ആയിരിക്കുകയില്ല. നമ്മൾ തിരിച്ചറിയണം, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാശമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരിക. നമ്മൾ ഈ ദൂത് മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം 21-27 നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച്, അനുതപിക്കാത്ത കുടുംബങ്ങൾക്ക്, അനുതപിക്കാത്ത വ്യക്തികൾക്ക്, അനുതപിക്കാത്ത സമൂഹങ്ങൾക്ക് കൊടിയ നാശമാണെന്ന് ആവർത്തിച്ച് പരിശുദ്ധ വചനങ്ങളിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഇതിന് വെളിച്ചത്തിലാണ് വെളിപാട് 21-27 നമ്മൾ വായിക്കേണ്ടത്. ശ്രദ്ധാപൂർവം വചനം വായിച്ച്, എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കൗടില്യം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പോലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അശുദ്ധമായതൊന്നും, ഉച്ചത്തിൽ പറഞ്ഞേ, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതുകൊണ്ട് യേശു പറഞ്ഞത് അനുതപിക്കുക, റിപ്പന്റ്. അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൊടിയ നാശമെന്ന് നമ്മെ നോക്കിക്കൊണ്ട കർത്താവ് പറയുന്നത്. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മുടെ നാശം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഈശോ നമ്മോട് പറയാ, അനുതപിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാശം. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ നമ്മുടെ പേരുണ്ടാവുകയില്ല സഹോദരങ്ങളെ.